ഹലോ, ഞാൻ സെല്ലു പൊന്നാനി. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കാശ്മീരിൽ കന്യാർ എന്നൊരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ബാക്കിൽ നിങ്ങൾക്കൊരു പള്ളി കാണാൻ പറ്റും. ഇവിടെ ഈ പള്ളി മാത്രമേ ഉള്ളൂ, വക്കുപറ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ചെറിയൊരു ചരിത്രവും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ ചില ഭാഗങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കാശ്മീരിൽ വരുന്നവർ സിയാറത്തിന് വേണ്ടിയിട്ടും അല്ലാതെ വരുന്നവരൊക്കെ തീർച്ചയായും കാണേണ്ട ഒരു പള്ളിയാണ്. ഉള്ളിൽ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. അത് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല, ചില ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും വരേണ്ട ഒരു മസ്റ്റായ ഒരു പ്ലേസാണ് നമ്മുടെ കാശ്മീരിൽ കന്യാർ എന്ന സ്ഥലം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. എത്തിയതേ ഈ കാണുന്ന ഒരു നിർമ്മിതി കാണാനാണ്. ഇതിന്റെ ഉള്ളിൽ എന്തില്ല, ദർഗയും മക്ബറൊന്നും ഇല്ല. ഈ കാണുന്ന ഒരു ബിൽഡിങ് കാണാൻ വേണ്ടി ചുരുക്കൊക്കെയാണ്. ആ പ്രാവിന്റെ അടുത്തൊക്കെ ഉള്ളവർ കുറച്ചൊന്നും കിട്ടുന്ന വേണ്ടി. അപ്പോൾ ഈ ഒരു ബിൽഡിങ്, ഈ നിർമ്മിതി, കെട്ടിടം, ഈ സൗധം കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മൾ ഇന്ന് തുടക്കം മുതലേ സിയാറത്തിൽ നമ്മൾ പറയുന്നുണ്ട്, ഇവിടെ എത്രത്തോളം ഔലിയാക്കന്മാരും മുസ്ലിമീങ്ങളും അതുപോലത്തെ സാദാത്യങ്ങളൊക്കെ വരാനുള്ള കാരണം, മുസ്ലിമീങ്ങളാകാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു? ബഹുമാനപ്പെട്ട അമീർ കബീർ ഷാഹെ അഹമ്മദാൻ തങ്ങള് 700ഓളം വരുന്ന തങ്ങന്മാരുമായി ഇവിടെ ദേവത്തിന് വന്നതാണ്. അതിന് ശേഷമാണ് ഇവിടെ ആൾക്കാർ ഇസ്ലാമിലേക്ക് കൺവേർട്ടായി, പിന്നെ ജനിച്ചു, മുസ്ലിങ്ങളായി ജനിച്ചു. അങ്ങനെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളോട് പിറക്കാനുള്ള കാരണം. അപ്പൊ ഇവിടെ ഇസ്ലാമിക വിപ്ലവം കൊണ്ടുവന്നതില് ഇസ്ലാമിക വിപ്ലവം മാത്രമല്ല, വൈജ്ഞാനികമായിട്ടുള്ള പല വിപ്ലവങ്ങളും ഉണ്ടാക്കിയ മഹാനാണ് ബഹുമാനപ്പെട്ട അമീർ കബീർ ഷാഹെ അഹമ്മദാൻ റളിയല്ലാഹു തആല അൻഹു. ഓല് ജനിച്ചത് ഇവിടെ ഇന്ത്യയിലോ മരണപ്പെട്ട് വഫാത്തായി കിടക്കുന്നതോ ഇന്ത്യയിലൊന്നും അല്ല. ബഹുമാനപ്പെട്ടവർ ഹിജ്റ 700-ൽ ഇറാനിലെ ഹമദാൻ എന്ന് പറയുന്ന പ്രദേശത്ത് ജനിച്ച മഹാനാണ്. ഹമദാൻ, അങ്ങനെയാണ് ഹമദാൻ എന്ന പേര് എന്തായത്? ഷാഹെ ഹമദാൻ എന്ന് പേരാണ് അമീർ കബീർ ഷാഹെ ഹമദാൻ. ഇറാനിലെ ഹമദാനിൽ ഹിജ്റ 700-ൽ ജനിച്ച മഹാനാണ്. ഹിജ്റ 754-ലാണ് ബഹുമാനപ്പെട്ടവർ എന്താകുന്നത്? വഫാത്താകുന്നത്. അവിടുത്തെ മക്ബറയുള്ളത് തജിക്കിസ്ഥാനിലാണ്. തജിക്കിസ്ഥാൻ കേട്ടോ? നമ്മളെ റഷ്യയിൽ നിന്ന് പിരിഞ്ഞു പോയ കുറെ രാജ്യങ്ങളുണ്ട്. USSR പൊട്ടിയിട്ട് ഉസ്ബെക്കിസ്ഥാനും കിർഗിസ്ഥാന് തുർക്ക്മെനിസ്ഥാൻ അടക്കം. ഷാഹെ അഹമ്മദാൻ തങ്ങള് ഹിജ്റ 784-ൽ തജിക്കിസ്ഥാനിലാണ് വഫാത്തായത്. അവര് മക്ബറ ഉള്ളത് എവിടെയാണ്? തജിക്കിസ്ഥാനിലാണ്. അപ്പൊ ഇവിടെ ഇസ്ലാമികമായ പല വിപ്ലവങ്ങളും ഇസ്ലാമികമായ മുന്നേറ്റം വളരെയധികം ഉണ്ടാക്കി. ഏറ്റവും അതിന്റെ തുടക്കക്കാരും എല്ലാമായ ആൾ, അതിന്റെ 100% ക്രെഡിറ്റ് ആർക്കാണ്? ഷാഹെ അഹമ്മദാൻ തങ്ങൾക്കാണ്. അവര് ശിഷ്യനായിരുന്നു നമ്മൾ ആദ്യം സിയാറത്ത് ചെയ്ത ഷെയ്ഖുൽ ഇസ്ലാം നൂറുദ്ദീൻ നൂറാനി റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ ശിഷ്യനാണ് നമ്മൾ ഇനി ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ സിയാറത്ത് ചെയ്യുന്ന സൈനുദ്ദീൻ ഋഷി ആയിഷ മഖാമിൽ. അവരുടെ ശിഷ്യനാണ് നമ്മൾ നാളെ സിയാറത്ത് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഖിയാമുദ്ദീൻ ബാബ ഋഷി റളിയല്ലാഹു തആല. ഒക്കെ ഇവരെ ശിഷ്യന്മാരാണ്. അപ്പൊ ഇവിടെ വലിയ വിപ്ലവം ഉണ്ടാക്കിയ മഹാനാണ്. അപ്പൊ അങ്ങനത്തെ ഒരു മഹാൻ വഫാത്തായപ്പോ അവരുടെ മഖാമ് അറവട്ടെടുക്കുന്ന തജിക്കിസ്ഥാനിലാണല്ലോ. അപ്പൊ ഇവിടുത്തെ ഭരണകൂടമായ സുൽത്താൻ സിക്കന്ദർ ബാദുഷയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ നിലക്കും ആദരവ് കൊടുക്കാനാണ്. ഏറ്റവും ചുരുങ്ങിയത് നമ്മളിവിടെ അവരെ കഫ മറവാടന്റെ ഇവിടെ ആയിരുന്നു, പക്ഷെ അത് പറ്റിയില്ല. അതേതെല്ലാം അവിടെ കബറടക്കം ചെയ്തു. അപ്പൊ അവരോടുള്ള ആദര സൂചകമായി അവരോടുള്ള ബഹുമാനം കൊണ്ട് സുൽത്താൻ സിക്കന്ദർ ബാദുഷ AD 1400 ഹിജ്റ വർഷം 790-ൽ നിർമ്മിച്ച ഒരു ഖാൻഗാഹ്, ഒരു സ്മാരക സൗധമാണ് ഈ കാണുന്നത്. സ്മാരക സൗധമാണ്. ഓരോടുള്ള നമ്മൾ താജ്മഹൽ കണ്ടില്ലേ? താജ്മഹൽ ആർക്കുണ്ടാക്കിയാണ്? കണ്ടിട്ടില്ലേ? ആർക്കുണ്ടാക്കിയാണ്? വൈദ്യനാജൊക്കെ പെണ്ണുങ്ങളെ വെച്ച് എന്താ ഉണ്ടാക്കുക നോക്കിക്ക. മുംതാസ് ഉണ്ടാക്കിയാണ്. അപ്പൊ അത് ഒരു പ്രണയ കുടീരം. ഇതങ്ങനെ ബഹുമാന പുരസ്സരം നിർമ്മിച്ചാണ്. അവരോടുള്ളൊരു മെമ്മറി ഒരു ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ട് ആളുകൾ അവരെ എത്രത്തോളം സ്വാധീനം ഇവിടെ ചെലുത്തിയിട്ടുണ്ട് അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് സുൽത്താൻ സിക്കന്ദർ ബാദുഷ AD 1400 നിർമ്മിച്ച ഒരു ഖാൻഗാഹ് എന്ന് പറഞ്ഞ ഒരു പർണശാല. അത് വെറും ഇങ്ങനെ ഒഴിഞ്ഞെടുക്കല്ല, പഴയ കാലത്ത് ഇവിടെ ആൾക്കാർ പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ ഉസ്താദുമാരൊക്കെ വന്നിരുന്ന കേന്ദ്രമാണ്. അതാണ് ഈ കാണുന്ന ഷാഹെ അഹമ്മദാൻ ഖാൻഗാഹ് എന്ന അതിന്റെ പേര്. ഇതിനുള്ളിൽ കയറുക കണ്ടാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ നിർമ്മാണ ഭംഗി നോക്കി ഒരു പേർഷ്യൻ ടച്ചപ്പാണ് ഇതിനൊക്കെ. ഇവിടുത്തെ നിർമ്മിതികൾക്ക് ഒരു പേർഷ്യൻ ടച്ചപ്പാണ്. പഴയകാലത്തെ ആളുകളാണ്. നിർമ്മാണ ഭംഗി, ചിത്രപ്പണി, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നോക്കി ഒരു 10 മിനിറ്റ് വരെ